അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 7:30 കേട്ടോ. നമ്മുടെ ബിഗ് ബോസിലൊക്കെ പറയുന്നത് പോലെ ഈ കോലം കണ്ടിട്ട് എന്താ അങ്ങനെയെന്ന് വിചാരിക്കരുത്. നമ്മുടെ ചൂടൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുളിക്കാറ്. ഇപ്പോൾ കുളിച്ചിട്ടില്ല. പിന്നെ രാവിലെ 6:30 തന്നെ ഞാനും ഹരിയേട്ടനും എണീച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റ് ഓരോ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫിയല്ല, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 7:30 ആയപ്പോൾ മനുമോനും പൊന്നൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. മനുകുട്ടി നേരെ വന്ന് കിച്ചൺ ടോപ്പിൽ കയറി കിടക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. രാത്രി നല്ല ചൂടായത് കാരണം കുട്ടികളുടെ ഉറക്കമൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. മോങ്കുട്ടൻ സെറ്റിൽ വന്ന് അങ്ങനെ അവിടെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പൊന്നൂസ് കൂട്ടി ആൾ രാവിലെ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ പൂട്ടിയപ്പോൾ. അപ്പോൾ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ചായ വേണമെന്ന്. അപ്പോൾ ഹരിയേട്ടൻ ചായ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ചായ വേണം എന്നുള്ളത് കേട്ടോ. കാരണം നമുക്ക് ഈ ചായ എത്ര കിട്ടിയാലും മോശമാണെന്നറിയാം, ദോഷമാണെന്നറിയാം. എന്നാലും ചായയും കോഫിയും നമ്മുടെ ഒരു ക്രേസാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും പൊന്നൂസൂട്ടി എനിക്കും പൊന്നൂസൂട്ടിക്കും ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് ടേബിളിൽ വന്നിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. പൊന്നൂസൂട്ടിക്ക് ഒരു കമ്പനിയായി. പിന്നെ അതുമല്ല നമുക്ക് ചായ കുടിക്കുമ്പോൾ ഒന്ന് ഇരുന്ന് റിലാക്സ് ആയിട്ട് ചായ കുടിക്കണമല്ലോ അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ടേബിളിൽ വന്നിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ പൊന്നൂസൂട്ടിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നുണ്ട്. രാവിലെ ചായയും പിന്നെ കൂട്ടത്തിൽ ബ്രെഡൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുന്നുണ്ട്. കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ചായ കുടിക്കലും ബ്രെഡും കഴിക്കലും അല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ നാഗവല്ലി ഒരു രൂപത്തിൽ കാണുന്നില്ലേ, ആളുടെ രൂപവും ഭാവമൊക്കെ മാറിയില്ലേ. അതിന് കാരണം എന്താണെന്നറിയോ, കുറച്ച് മുമ്പ് ഹരിയേട്ടൻ്റെ പ്രഭാത കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾ ചായ വേണ്ടാന്ന് പറഞ്ഞ ആൾ വന്നിട്ട് പൊന്നൂസൂട്ടിയുടെ ചായ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഹരിയേട്ടനും ചായ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊന്നൂസൂട്ടി പറഞ്ഞു ഞാൻ അപ്പോഴും അച്ഛനടുത്ത് ചോദിച്ചില്ലേ, അച്ഛൻ ചായ വേണ്ട പറഞ്ഞിട്ടല്ലേ, ഇനി ഞാനിത് കുടിച്ച് കഴിഞ്ഞിട്ട് അച്ഛയ്ക്ക് വെച്ച് തരാമെന്ന് പറയാൻ കേട്ടോ. പക്ഷേ അത്രയും നേരം ക്ഷമിച്ച് നിൽക്കാൻ ഹരിയേട്ടന് സമയമില്ല. ഹരിയേട്ടന് അപ്പം തന്നെ ചായ വേണം. അതിനൊരു കാരണം ഉണ്ട് കേട്ടോ. നമ്മുടെ പൊന്നൂസൂട്ടി ചായ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കണ്ടോ നമ്മുടെ മണിക്കുട്ടി കിച്ചണിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയത്തിനിടയ്ക്ക് ഒരു രാജ്യം കീഴടക്കിയ പ്രൗഢിയോട് കൂടിയിട്ട് നമ്മുടെ ഹരിയേട്ടൻ പൊന്നൂസൂട്ടിയുടെ കയ്യിൽ നിന്ന് ആ ചായ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ആൾ ആ ചായ കുടിക്കുകയാണ്. അപ്പോൾ പൊന്നൂസൂട്ടി അതിൻ്റെ ഒരു വിഷമത്തിലാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഹരിയേട്ടൻ ഇത് പൊന്നൂസൂട്ടിയിൽ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വിചാരിച്ചു ചായ കുറച്ച് അച്ഛൻ കുടിച്ചിട്ട് ബാക്കി അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ നോക്കുമ്പോൾ സംഭവം അതല്ല. പാവല്ലേ രാവിലെ തന്നെ. പക്ഷെ സംഭവം അതല്ല. ഹരിയേട്ടൻ ചായ ഫുള്ള് കുടിച്ചിട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്ക് കാണാം കേട്ടോ. നോക്കിക്കോളൂ, ആള് ശരിക്കും അന്തം വിട്ടു പോയിട്ടോ അത് കണ്ടപ്പം. എനിക്ക് വേണ്ടി ചായയാണ്.